Hey guys, welcome back. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പ്ലേ സ്റ്റോറിലുള്ള എന്നാൽ നിങ്ങൾ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് കിഡിലെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ അധികം ലിങ്ക്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ അധികം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചിരിക്കേണ്ടി വരും. അതായത് ബി റോൾസിന്, സൗണ്ട് എഫക്ട്സിന്, അതുപോലെ ബാക്കി മെറ്റീരിയൽസിനൊക്കെ വേണ്ടി കുറേ അധികം വെബ്സൈറ്റ് നോക്കുന്നുണ്ടാവും. അപ്പോൾ ചില വെബ്സൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം സിറ്റുവേഷൻ എനിക്ക് എന്നെ പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ കുറേ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ലിങ്ക്സ്, അതായത് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണും. നമ്മളത് ജസ്റ്റ് ഷെയർ ചെയ്ത് എവിടെയെങ്കിലും വെക്കുന്നതാണ്, നമുക്കത് പിന്നെ ഒരു ഓർമ്മ എന്നുള്ള സംഭവം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേ അധികം ലിങ്ക്സ് ഒക്കെ ഓർഗനൈസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ലിങ്ക് ഹബ്ബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് കണക്ട് ആയിട്ടുണ്ടാവും. നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ മിനിമൽ ആയിട്ടുള്ളത് ഇതാണ് ആ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ താഴെയായിട്ട് പ്ലസ് ബട്ടൺ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ലിങ്കിൻ്റെ ഓപ്ഷൻ, അതേപോലെ ഫോൾഡറിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആണ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ ആണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡറിന് ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ബി റോളിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി റോൾ എന്നുള്ള രീതിക്ക് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഇവിടെ മുകളിലായിട്ട് സേവ് ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി റോൾ എന്നുള്ള ആ ഒരു ഫോൾഡർ സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ബി റോളിൻ്റെ ഫോൾഡർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബി റോളിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ വരിക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് PNG വെബ്സൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇത് വെച്ച് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് PNG ട്രീ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അത് നമ്മൾ ഇതേപോലെ ജസ്റ്റ് കോപ്പി ചെയ്യുക. ദെൻ അത് കോപ്പി ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ആപ്പിലേക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലിങ്ക് എന്നുള്ള ഒരു ബട്ടൺ ഇല്ല, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ടൈറ്റിൽ കൊടുക്കുക. ലിങ്ക് ടൈറ്റിൽ ഇപ്പോൾ PNG ട്രീ എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല, PNG വെബ്സൈറ്റിൽ നിന്ന് എന്ത് വേണം കൊടുക്കാം. സബ് ടൈറ്റിൽ വേണമെങ്കിൽ അതും കൊടുത്ത ശേഷം ദെൻ നമ്മൾ ആ ലിങ്ക് URL എടുത്ത് വെബ്സൈറ്റിൻ്റെ ആ ഒരു ലിങ്ക് കൊടുക്കുക. ദെൻ ഫോൾഡർ നെയിം ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ ഉണ്ടാവും. ഇവിടെ ബി റോൾ എന്നാണെങ്കിൽ ബി റോൾ എന്ന് കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്നുള്ളത് PNG ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. എന്നാലും ബി റോൾ എന്നുള്ളത് പോയാൽ നിങ്ങൾക്ക് PNG ട്രീ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ലിങ്ക്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ മുകളിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം യൂസ്ഫുൾ ആണെന്നുള്ളത്. അതായത് നിങ്ങൾ കുറേ അധികം ലിങ്ക്സ് വെബ്സൈറ്റൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ എഡിറ്റർ, ഗ്രാഫിക് ഡിസൈനർ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളൊരു സ്റ്റുഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ PDF എഡിറ്റർ, PDF കൺവേർട്ടർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം വെബ്സൈറ്റ്സ് നിങ്ങൾ ഓരോ തവണയും കാണുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഒരു ടൈം ഒരു വെബ്സൈറ്റിൽ കയറി, ദെൻ അടുത്ത ടൈം കയറുന്ന സമയത്ത് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ സർവർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI ആണ് എല്ലായിടത്തും. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലത്ത് നമുക്കിപ്പോൾ AI ഇമേജസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇപ്പോൾ കുറേ അധികം AI ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കുറേ അധികം വഴിയുണ്ട്. അതായത് നമ്മളിപ്പോൾ AI അതേപോലെ കുറേ അധികം വഴികളുണ്ട്. അപ്പോൾ ഒരു പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു കിഡിലെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, ഡാവിഞ്ചി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഡാവിഞ്ചിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇതേപോലെ വരുന്നുണ്ടാവും. ഇതൊരു പ്രീമിയം ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രീമിയം ആണ് ഇതിൽ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ട്രയൽ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ, റിയലിസ്റ്റിക്, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് യുവർ ഐഡിയ, അത് നിങ്ങളെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ പ്രോംപ്റ്റ് അങ്ങനെ കൊടുക്കുന്നില്ല. സർപ്രൈസ് മീ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അവർ തന്നെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വാച്ച് ആഡ്, ഒരു ആഡ് കാണേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആഡൊക്കെ കണ്ട് ആഡ് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കിഡിലൻ AI ഇമേജസ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്ഡേറ്റ് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം റിസൾട്ട്സും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രോ വേർഷൻ യൂസ് ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഫ്രീ വേർഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X, അതായത് മുമ്പത്തെ ട്വിറ്ററിന് എങ്ങനെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ കിഡിലൻ ഒരു ആപ്ലിക്കേഷനാണ് അടുത്തത് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ
ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കുറേ അധികം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വെബ്സൈറ്റും കാര്യങ്ങളൊന്നും ശരിയായ രീതിക്ക് വർക്ക് ആവുന്നില്ല. ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്ത് അങ്ങനെ കണ്ടില്ല. അതായത് കുറേയധികം വെബ്സൈറ്റ്, ടെലിഗ്രാം ബോട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ചില ടൈമിൽ അതൊന്നും വർക്ക് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡ്ലർ ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ട്വിൽ ലോഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന പറയുന്ന സമയത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇതും ഒരു പ്രീമിയം ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ആഡ്സ് ഒന്നും ഇല്ലാണ്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർ ട്വിറ്റർ ലിങ്ക്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ട്വിറ്ററിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രീമിയം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ താഴെയായിട്ട് ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ 100 ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലേക്ക് ആ ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊരു ട്വിറ്ററിൽ നിന്നൊക്കെ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇനി ഇതല്ലാണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ടെലിഗ്രാം ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് വെതർ നോക്കാൻ പറ്റിയ ഒരു കിഡിലിൻ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് റെയിൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വെതറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ദിവസത്തെയും വെതറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിപ്പോൾ കാണിക്കുന്ന എൻ്റെ സ്ഥലത്തിൻ്റെ വെതറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് കുറേയധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റീസ്, അതേപോലെ മാപ്പ് സെറ്റിംഗ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആഡ് സിറ്റി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം പെയ്ഡ് ആപ്ലിക്കേഷൻസ്, പെയ്ഡ് ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെയും ഈ ഒരു ഗെയിംസിൻ്റെ ഒക്കെ വില എപ്പോഴാണ് ഡ്രോപ്പ് ആവുന്നത്, അതുപോലെ എപ്പോഴാണ് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നത് അറിയാൻ പറ്റിയ കിഡിലൻ ആപ്ലിക്കേഷനാണ് അടുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് സെയിൽസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ്, നൗ, ഫ്രീ, സെയിൽസ്, വാച്ച് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ PC-യിൽ ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റീമിൽ എപ്പോഴാണ് ഫ്രീ ഗെയിംസ് കിട്ടുന്നത്, അതുപോലെ എപ്പിക് ഗെയിംസിൽ എപ്പോഴാണ് ഫ്രീ കിട്ടുന്നത്, എപ്പോഴാണ് പ്രൈസ് ഡ്രോപ്പ് ആവുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ അധികം വെബ്സൈറ്റും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഒക്കെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഫ്രീ കിട്ടുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം ഗെയിംസും കുറേ അധികം ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ താഴെ നൗ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറേ അധികം ആപ്ലിക്കേഷൻസ് കാണുന്നുണ്ടാവും. ഇപ്പോൾ ആപ്പ് ലോക്ക് പ്രോ എന്നുള്ളത് 360 രൂപയാണ് ശരിക്കുള്ള പ്രൈസ്. ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ 56%, 63% ഒക്കെ ഓഫറിൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ഇവിടുന്ന് ഈസി ആയിട്ട് നോക്കിയിട്ട് ഇവിടെ തന്നെ എന്താക്കാൻ പറ്റും, പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്ട് ചെയ്ത് പോയിട്ട് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഐ ആം ലുക്കിംഗ് ഫോർ, അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഐ ആം ലുക്കിംഗ് ഫോർ എന്നുള്ള ആ ഒരു ബട്ടണിൽ പോയിട്ട് നിങ്ങൾ ഏത് ഗെയിമാണ് അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിനകത്ത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഇതല്ലാണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ജസ്റ്റ് സജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു ആപ്ലിക്കേഷന്റെ സീരീസിൽ. സോ ഇനി ഇതേപോലുള്ള കൂടുതൽ കണ്ടന്റ്സ് ഇട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.